ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഹിസ് ലൈഫ്. ഇപ്പൊ പൊതുവെ നെല്ലിക്കന്റെ സീസൺ ആണ് കേട്ടോ. നെല്ലിക്ക കൊണ്ട് പലവിധ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. തേനെല്ലിക്കയും നെല്ലിക്ക അച്ചാറും അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. നെല്ലിക്ക ഡെയിലി ജ്യൂസ് അടിച്ച് കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ജ്യൂസ് അടിച്ച് പഞ്ചസാര ഉപ്പൊന്നും ചേർക്കാണ്ട് ജ്യൂസ് അടിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ ഹെയറിന് നല്ല വളർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലുബലം കാൽസ്യത്തിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് നെല്ലിക്ക. ഇന്ന് നമ്മൾ നെല്ലിക്ക കൊണ്ട് തയ്യാറാക്കി എടുക്കുന്നത് അച്ചാറാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെല്ലിക്ക അച്ചാറിന്റെ റെസിപ്പിയാണ്. ആ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടുതൽ ആ ബെല്ലൈക്കണം കൂടി ഓർപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അതിനുള്ള വിണ്ട് കീറി പാകത്തിന് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വെളുത്തുള്ളി കളർ മാറാതെ തന്നെ നല്ലതുപോലെ മുളക് പൊടിനെക്കാട്ടിലും അല്പം നെല്ലിക്ക സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ കപ്പിൽ നല്ലതുപോലെ ആവി പോയതിനു ശേഷം മാത്രം ഗ്ലാസിന്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഭരണിയിലേക്കോ ഗ്ലാസിന്റെ ജാറിലേക്കൊക്കെ മാറ്റി കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അതിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കാന്താരി മുളക്, പിന്നെ ഉലുവ, കടുക്, ഉപ്പ്, കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. വിനാഗിരി, നല്ലെണ്ണ, നെല്ലിക്ക, ഒരു 4 തണ്ട് കറിവേപ്പില, പിന്നെ കുറച്ചധികം തന്നെ വെളുത്തുള്ളി. അങ്ങനെ നമ്മുടെ നെല്ലിക്ക ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഓട്ടയുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഈ നെല്ലിക്ക ഒരു അരമണിക്കൂർ മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം പുറത്തുനിന്നൊക്കെ വാങ്ങിയിട്ട് വരും അല്ലേ. അങ്ങനെ കുറച്ച് സമയമായി നമ്മുടെ നെല്ലിക്ക ആവിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം വിണ്ട് കീറി പാകത്തിന് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുരു കളഞ്ഞെടുക്കാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. കുരു കളഞ്ഞെടുക്കാൻ പാകത്തിനായിട്ടുണ്ട് എല്ലാതും. അപ്പൊ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ്. ആവി പോയി ഒന്ന് ചൂടാറിയതിനു ശേഷം ഇതിന്റെ കുരു എല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ നെല്ലിക്കയൊക്കെ ഞാൻ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആവി കയറ്റിയതുകൊണ്ട് തന്നെ സ്റ്റീം ചെയ്തെടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുരു കളയാൻ പറ്റൂ കേട്ടോ. ഞാനൊരു മൺപാത്രമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അന്ന് മയക്കെടുത്തില്ലേ, ആ മൺപാത്രമാണ് കേട്ടോ ഇത്. ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാന് നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാണ്. കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണ് എണ്ണയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ ഉലുവയാണ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്നോ, മൺപാത്രം എടുത്തുകൊണ്ട് തന്നെ അതിന്റെ ചൂട് ഒരുപാട് സമയം നിലനിൽക്കും. അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഐറ്റം കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഉലുവ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒരല്ലി 3-4 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം നല്ലതുപോലെ കുറച്ചിട്ട് തന്നെയാണ് കേട്ടോ പോയി ഇരിക്കുന്നത്. വെളുത്തുള്ളി വഴന്ന് വരുന്നതിന്റെ കൂടെ തന്നെ കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെല്ലിക്ക അച്ചാറിടുന്ന സമയത്ത് ഞാൻ സാധാരണ ഉലുവയും കടുകൊന്നും പൊടിച്ചത് ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. കാരണം എന്താണോ, ചെറിയൊരു കയ്പ്പ് രസം നമ്മുടെ അച്ചാറിന് പൊതുവേ ഉണ്ടായിരിക്കും. നെല്ലിക്കന്റെ ടേസ്റ്റ് ആണ് വരുന്നത്. അത് കയ്പ്പ് രസം അല്ല, പക്ഷെ ഒരു ചെറിയൊരു ചവർപ്പിന്റെ ടേസ്റ്റ്. ഉലുവേന്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര കുറച്ചാണെങ്കിലും അതൊരു കയ്പ്പ് ടേസ്റ്റ് ആയിട്ട് തോന്നും കേട്ടോ. അതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. ഉലുവ അങ്ങനെ തന്നെ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ വെളുത്തുള്ളി കളർ മാറാതെ തന്നെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. കുക്കായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ പച്ചമണം ഒന്ന് മാറി, ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. തീ എപ്പോഴും സിമ്മിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. സാധാ മുളക് പൊടിനെക്കാട്ടിലും അല്പം കുക്കിംഗ് ടൈം കൂടുതൽ എടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ.
ഓയിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ അച്ചാർ പെട്ടെന്നൊന്നും കേടുകൂടാണ്ടിരിക്കാനും പൂപ്പൽ കയറാതിരിക്കാനൊക്കെയാണ് കേട്ടോ. ഞാൻ ഫ്ലെയിം ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ നെല്ലിക്ക സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ വെള്ളത്തിൽ നിന്ന് 1 കപ്പ് 250 ml 1 കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 1 കിലോ നെല്ലിക്ക എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം എന്ന് പറഞ്ഞാൽ 1 കപ്പ് വിനാഗിരിയും 1 കപ്പ് നമ്മൾ നെല്ലിക്ക സ്റ്റീം ചെയ്യാൻ എടുത്ത വെള്ളമാണ് കേട്ടോ. അപ്പൊ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക, മുളക് നോക്കുക, പിന്നെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം നെല്ലിക്ക, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ കുറച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത സമയത്ത് മാത്രമാണ് ഞാൻ അല്പം തീ കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ മൺപാത്രത്തിന്റെ ആ ചൂടുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കണ്ട കേട്ടോ, നെല്ലിക്ക അലിഞ്ഞു പോകും. കൂടുതലായി ഇതിലേക്ക് മുളക് പൊടിയോ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ അത് എണ്ണയിൽ വഴറ്റി തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിലുള്ള ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതിലേക്ക് മസാലയൊക്കെ പിടിച്ചു വരും കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് തണുത്തുടനെ തന്നെ നമുക്ക് കഴിച്ചു തുടങ്ങാം കേട്ടോ. ഒരുപാട് നാള് എടുത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ ആവി പോയതിനു ശേഷം മാത്രം ഗ്ലാസിന്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഭരണിയിലേക്കോ ഗ്ലാസിന്റെ ജാറിലേക്കോ ഒക്കെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെറിയ 2 കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഗ്രേവിയൊക്കെ ഇപ്പോൾ തന്നെ തിക്കായൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ തിക്കാവും കേട്ടോ. നമ്മുടെ നെല്ലിക്കയിലൊക്കെ ഈ ഗ്രേവി വരും. അപ്പൊ ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. ഇങ്ങനെ തിക്കായിട്ട് ഉള്ള ഗ്രേവി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് തണുക്കുമ്പോൾ തന്നെ ഇങ്ങനെ തിക്കായിട്ട് വരും. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഗ്രേവി ഒത്തിരി ലൂസായിട്ടായിരുന്നില്ലേ നിങ്ങൾ കണ്ടത്. ജസ്റ്റ് ഒന്ന് തണുക്കുമ്പോൾ തന്നെ ഇങ്ങനെ തിക്കായിട്ട് വരും കേട്ടോ. ഇത് നമ്മുടെ ഗ്രേവി എല്ലാം ഈ നെല്ലിക്കയിലൊക്കെ പിടിച്ച് അടിപൊളി ടേസ്റ്റ് തന്നെയാവും കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ഈ കണ്ടെയ്നർ എടുത്തിട്ടുള്ളത് എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളത് വേറെ ഇച്ചിരി വലിപ്പം കൂടുതലുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അപ്പൊ നമ്മളെ അടിപൊളി നെല്ലിക്കാച്ചാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പും പുളിയും എരിവും ഒക്കെ കറക്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കയ്പ്പ് ടേസ്റ്റ് ഇല്ല. നെല്ലിക്കന്റെ ആ ചെറിയ ചവപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓവറായിട്ടുള്ള കയ്പ്പ് ടേസ്റ്റ് ഒന്നുമില്ല. കാരണം എന്താണെന്നോ, നമ്മൾ ഇതിലേക്ക് ഉലുവപ്പൊടി ചേർത്തിട്ടില്ലല്ലോ. ഉലുവ മാത്രമല്ലേ ഡയറക്റ്റ് ആയിട്ട് ചേർത്തിട്ടുള്ളൂ. അപ്പൊ ഇതുപോലെ ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ അച്ചാർ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ദിവസം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ഹിസ് ലൈഫ്.